ഇതൊരു കിന്നക്കോരയിലേക്കുള്ള യാത്രയായിരുന്നു. കണ്ണൂർ ഇരിട്ടി വീരാറ്റുപേട്ട് വഴിയായിരുന്നു ഞങ്ങൾ പോയത്. എവിടെ പോകാൻ പ്ലാൻ ചെയ്താലും കാർത്തിക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലം കാണാനുണ്ടോ, വരുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല റൂട്ടുണ്ടോ, അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. പിന്നെ വണ്ടിയിൽ കുറേ റൗണ്ട് അടിച്ചു, കുറേ ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഷെല്ലുകളൊക്കെ പെറുക്കിയെടുത്തു. പിന്നെ ഈ തട്ടത്തിൻ മറയത്ത് മൂവിയും സൺഡേ ഹോളിഡേയ്സ് മൂവിയൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കൂർഗിലെ തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ട് കയറിയത്. ഞങ്ങൾ 2 താലാണ് കഴിച്ചത്. എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം. കാർത്തിക്കിന് അവിടെ പോകണമെന്ന് ഭയങ്കര താല്പര്യമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതാണ്. പിന്നെ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. ഇവിടുന്ന് 77 കിലോമീറ്ററാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് വരുന്നത്. ഒരു 4 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ സെലാപാസിലുള്ള പോലെ ഒരു കവാടം അവിടെ കാണാം. നല്ല രസമാണ് അതൊക്കെ കാണാൻ. യോധ സിനിമയിലെ പയ്യനമാരി അവിടെ കുറേ ആൾക്കാരങ്ങനെ കാണാം. നല്ല രസമാണ് അവരങ്ങനെ കാണാൻ. പിന്നെ അവിടുത്തെ പെയിൻറ്റിങ്സും പ്രാർത്ഥനാലയവും പിന്നെ അവിടുത്തെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മിനിയേച്ചറും കാണാൻ നല്ല രസമാണ്. അവിടെ കുറേ കാണാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുണ്ടൽപേട്ടിലേക്കാണ് പോകുന്നത്. ഗുണ്ടൽപേട്ടിൽ ഒരു പെട്രോൾ പമ്പിൽ സ്റ്റേ അടിച്ച് നിൽക്കാനാണ് വിചാരിക്കുന്നത്. രാവിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ വേഗം പോകാനാണ് 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ കുറേ മൃഗങ്ങളെ കണ്ടു പോകാമല്ലോ. ബാക്കി കാടും ഊട്ടിയും കിന്നക്കോരയൊക്കെ നാളെ കാണാം.